ഗൈസ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സമയം രാവിലെ 9 മണിയായിരിക്കുകയാണ്. അപ്പം കുറെ പേര് സംശയം ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇപ്പൊ വീട്ടിലുള്ളത്, എന്തൊക്കെയാണ് ഇപ്പൊ വീട്ടിൽ നടക്കുന്നത്. പഴയ കുറെ ആൾക്കാരെ കാണുന്നില്ലോ, കോഴിക്കോട് എന്ത് സംഭവിച്ചു എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പൊ നിലവിൽ എന്തൊക്കെയുണ്ട്, ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വളർത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിലവിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും അവരെ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മുടെ കൂട്, അതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നിലവിൽ കൂടിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കൂട്. എല്ലാവർക്കും അറിയാലോ, ഇത് നമ്മുടെ കൂടാണ്. അപ്പൊ ഇവിടെ നേരത്തെ നിറച്ച് കോഴികളാണ് കടന്നിരുന്നത്. ഇപ്പൊ നമ്മൾ ചെറിയ വ്യത്യാസം വിളിച്ചെന്താന്ന് വെച്ചാൽ ഇതാ, നമുക്ക് കിട്ടിയ പ്രാവുകളാണ് ഈ കിടക്കുന്നത് കേട്ടോ. അറിയാലോ, എല്ലാവർക്കും ഈ പ്രാവിനെയൊക്കെ അറിയാമായിരിക്കും. ഈ പ്രാവിനെ കിട്ടിയ ഫുൾ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു പ്രാവ്. നമുക്ക് നമ്മുടെ സ്വന്തം ആള് തന്നെയാണ്, നമ്മുടെ സുഹൃത്ത് തന്നെ കേട്ടോ, സുദേശ് തന്നെയാണ്. എല്ലാവർക്കും അറിയായിരിക്കും. ഇത് അതിന്റെ പെണ്ണാണ്. ഇതാണ് ഇവര് രണ്ടുപേരും ഒന്നിച്ചുണ്ടായതാണ്. അപ്പം ഒന്നിച്ചുണ്ടായപ്പോഴേ നമുക്ക് തന്നു. അപ്പോൾ ഇവരുടെ കാര്യം നമുക്കറിയാം. ഇവരാണ് ഇപ്പോൾ ഈ കൂട്ടി കിടക്കുന്നത്. ഇവരിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച ആയിട്ടില്ല. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇവരെ തുറന്നു വിടണം. അതാണ് ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത്. അടുത്ത് നമ്മൾ ഈ കൂടിപ്പം വെറുതെ കിടക്കുവാണ്. അപ്പോൾ ഈ കൂട്ടിലുള്ള ആൾക്കാർ എവിടെ പോയെന്ന് എല്ലാവർക്കും സംശയം കാണും. ഒന്നും പേടിക്കേണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത് നമ്മുടെ ഈ കൂട്ടിൽ നമുക്കിപ്പം ലവ് ബേർഡ്സ് ആണുള്ളത് കേട്ടോ. ലവ് ബേർഡ്സ് 4 പെയറാണ്. ലവ് ബേർഡ്സ് ആണ് ഇപ്പോൾ കൂട്ടിലുള്ളത്. അപ്പം നമ്മളെന്താ പ്ലാൻ എന്ന് വെച്ചാൽ ഈ കൂട്ടി നിറച്ചും കിളികളാക്കാനുള്ള പ്ലാൻ. അപ്പം ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊണൂറിനോ വല്ലതും മേടിച്ചിടണം, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ കോഴിയില്ലേ, മറ്റേ വലിയ കോഴി, അതിനെ മേടിച്ചിടാനുള്ള പ്ലാനാണ് ഈ കൂട്ടിൽ. അപ്പം നിലവിൽ ഈ കൂടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ പുതിയ കൂട് നമുക്ക് സെറ്റായിരുന്നു. ആ കൂടിനകത്താണ് ഇപ്പം നമ്മുടെ ആൾക്കാരൊക്കെ. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവര് രണ്ടുപേരും ഈ താറാവായിരുന്നു കമ്പനി. നമ്മൾ ആ കമ്പനി ചെറുതായിട്ട് പൊളിച്ചിട്ട് ഇവര് ഒരു വർഗ്ഗക്കാർ കമ്പനി അടിച്ചോട്ടെ, ഇവര് 3 പേരും കൂടെ ഒരു കമ്പനി ആയിക്കോട്ടെ നിർത്ത്. ഈ താറാവിനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇത് വളർന്ന് വലുതായി ഇവിടം വരെ എത്തിയതിന്റെ എല്ലാ വീഡിയോയും ആ താറാവ് വെച്ചേക്കുന്നതിന് കുറച്ച് മാറി നിൽക്കാം. ഇവിടെ വളർന്ന് വലുതായി ഇവിടെ വരെ എത്തിയതിന്റെ വീഡിയോ എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരിപ്പോ ഏകദേശം കുഴപ്പമില്ലാത്ത കമ്പനി ആയിട്ടുണ്ട്. അപ്പൊ ഇവരെ ഒരു 2-3 ദിവസം ഇങ്ങനെ ഇട്ടാൽ അവര് നല്ല കമ്പനി ആയിക്കോളും. പിന്നെ അടുത്തത് ഇവരും വളർന്ന് വലുതാവുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വിരിഞ്ഞുണ്ടായ കുഞ്ഞാണ്, ഇത്ര വലുതായി. അപ്പൊ ഇവരൊക്കെ വളർന്നു വലുതാന്ന് വീട്ടിട്ടുണ്ട്. അപ്പം ഈ കൂട്ടിൽ നമ്മൾ ഇവരെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെയാണ് കേട്ടോ. ഈ പ്രദേശം മൊത്തം നമ്മൾ കൂട് സെറ്റ് ചെയ്തിരിക്കുക. അതാണ് നമ്മുടെ കൂട്. അടുത്തത് നമ്മുടെ എപ്പോഴും ഉള്ള പോലെ എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഇൻഡോർ സ്റ്റേഡിയം പോലെ ഓപ്പൺ കൂടാണ് ഇത്. കൂട് ശരിക്കലും കൂടാതും പിന്നെ ഇവിടെ ഓപ്പൺ ആയിട്ട് നടക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കൂട്ടിലെ പൂവനെ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്തായിരുന്നു. ഈ കൂട്ടിൽ കിടന്ന പൂവനെ എല്ലാവർക്കും അറിയാം. ആ പൂവൻ നേരത്തെ വീഡിയോ നോക്കി എല്ലാവർക്കും അറിയാം കിടന്ന പൂവൻ. ആ പൂവനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ പൂവനാക്കിയിട്ടുണ്ട്. ഈ പൂവനാക്കിയതിന് ശേഷം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ കൂടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കൊത്തും. ഇത് നമ്മളിവിടെ വളർത്തി വലുതാക്കി മുട്ടടിപ്പിച്ച് വലുതാക്കിയ കോഴിയാണ്, പക്ഷെ ഇത് കൊത്തും കേട്ടോ. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവനിപ്പോൾ ഈ കൂട്ടി ഞാൻ കയറണമെങ്കിൽ ഇതുണ്ടോ, കൊത്താൻ പറ്റുന്നുണ്ടോ കേട്ടോ. ഇതാണ് ഈ പ്രശ്നം. ഇപ്പം ഈ കൂട്ടി കയറണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗോതമ്പ് ഇട്ടിട്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പം അത്ര ശ്രദ്ധിച്ചാണ് ഈ പൂവൻ കോഴി ഇവരെ നോക്കുന്നത്. ഇതിനകത്ത് മുട്ട ഉണ്ടോ എന്ന് നോക്കാൻ വരെ നമ്മൾ വലിയ കഷ്ടപ്പെട്ടാണ് നമുക്ക് കയറേണ്ട വരുന്നത്. മുട്ടയിടുന്ന സ്ഥലം എല്ലാവർക്കും അറിയാലോ. അതിനകത്ത് മുട്ടയിടും എല്ലാവരും പോയി. നമുക്ക് ഈ കൂട് തുറന്ന ഈ പൂവൻ കോഴിയുടെ ബഹളം കാണാം കേട്ടോ. അയ്യോ, കൂട് തുറക്കുമ്പോഴേ നമ്മളെ കൊത്താൻ വേണ്ടി കാണോ റെഡിയായി വരുവാ കൊത്താൻ വേണ്ടി. ഇത്രയും കൊത്തുള്ള ഇത്രയും നല്ലപോലെ കെട്ടികളമാരെ നോക്കുന്ന ഒരു കോഴിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും നോക്കുവാണ് സംഭവം എന്താണ്. അപ്പം ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന പൂവൻ കോഴി എവിടെ പോയെന്ന് ചോദിച്ചാൽ അത് ഒത്തിരി വളർന്നു വലുതായിരുന്നു. ഒത്തിരി കിളവനായതുകൊണ്ട് നമ്മളെന്ന് വെച്ചാൽ ഇവിടെ കിടന്ന് മരിച്ചു വന്നേക്കാളും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. കറി വെച്ച് തിന്നു. നമ്മൾ വളർത്തി വലുതാക്കുന്ന കോഴികളും എല്ലാം നമുക്കുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അത് ചുമ്മാ ചത്തു പോകുന്നതിനേക്കാളും നല്ലത് അതിനെ കറി വെച്ച് തിന്നാന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിയുടെ സെഷനുകൾ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മീൻ എന്തോരം ഉണ്ട്, മീനിൻ്റെ കളക്ഷൻ ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിൾ അവർക്ക് ഇഷ്ടപ്പെട്ടോ. അപ്പം നമ്മളത് ബോട്ട് പണിയാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. ബോട്ട് പണിയണം നമുക്ക്. നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് ബോട്ടുമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയായിരുന്നു. ഇതാണ് നമ്മുടെ ബൈക്ക്. ഇനി ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് പെട്ടിയിരിക്കുന്നത്. ഈ ഫ്രിഡ്ജ് പെട്ടിയിൽ അത്യാവശ്യം ഇതിനകത്ത് നാടൻ ഗപ്പി കേട്ടോ, കാണാവോ? ഇതിനകത്ത് നാടൻ ഗപ്പിയാണുള്ളത് കേട്ടോ. നാടൻ ഗപ്പിനെ കാണിക്കണമെങ്കിൽ നോക്കാം. അതന്നെ,
നാടൻ ഗപ്പികളാണ്. എന്നാലും ഇടയ്ക്കൊക്കെ ചെറിയ രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല ഡിസൈനൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്. അടുത്തത് ഈ കുളത്തിലടുത്ത് നമ്മുടെ ഈ ഫ്രിഡ്ജ് പെട്ടിയിൽ വരുന്നത് നമ്മുടെ പ്ലാറ്റിയും മോളിയൊക്കെയാണ്. ഇവിടെ മേടിച്ചുകൊണ്ട് വരുന്നതും എല്ലാം നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ മേടിച്ചുകൊണ്ട് വന്ന് 2 മേടിച്ചുകൊണ്ട് വന്നിട്ട് വലുതായി 2 മേടിച്ചുകൊണ്ട് വന്നിപ്പോൾ കേട്ടോ 2 മേടിച്ചോണ്ട് ഇട്ടതാണ്. പിന്നെ അങ്ങോട്ട് വളർന്ന് പന്തലിച്ചതാണ്. പിന്നെ ആരോ ഇതിനകത്ത് ഗപ്പിനെ എല്ലാം കൊണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് മോളിനെ അടിച്ചോണ്ട് പോയിട്ട് ഇത് നന്മയുള്ള കള്ളന്മാരാന്ന് തോന്നുന്നു. കുറച്ച് മോളിനെ അടിച്ചോണ്ട് പോയിട്ട് കുറച്ച് ഗപ്പിനെ കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന തോന്നുന്നു കേട്ടോ. ഇതേ കണ്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. അടുത്ത നമ്മുടെ മീൻകുളം ഇതാണ്. ഇതിനകത്ത് അത്യാവശ്യം കൂടെ എനിക്ക് ഒരു ജോഡിക്ക് 120 രൂപ വരുന്ന ഗപ്പിയാണുള്ളത്. കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. കണ്ടല്ലോ, നല്ല ഡിസൈനാണ്. ഒന്നിനെ കുറ്റം പറയില്ല. നല്ല അടിപൊളി ഡിസൈനും നല്ല അടിപൊളി ചെവിയൊക്കെ ഉള്ള നല്ല ഗപ്പി ഐറ്റംസ് ആണ് കിടക്കുന്നത്. ഇതും നമ്മൾ രണ്ടെണ്ണം കൊണ്ടിട്ടാണ്. ബാക്കി എല്ലാം ഇതിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ. അതാണ് ഇത് കൂട്ടി മീനുകളൊക്കെ വളർത്തിയുള്ള ഗുണം. ചുമ്മാ 2 കൊണ്ടാണ്, ബാക്കി തന്നെ ഉണ്ടായിക്കോളും. ആണല്ലേ. ഇത് ഒറ്റ ഫുൾ ജോട്ടിയല്ല, ഇതിനപ്പുറത്ത് വേറെ ഉണ്ട്. അതിനകത്തും ഇത് കൂട്ടി മീൻ തന്നെയാണ് കേട്ടോ. 2 കൊണ്ടിട്ടിട്ട് ഇത്രയും വലുതായതാണ്. പിന്നെ ഇതിൽ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ആദ്യം ഈടത്തുന്നത് ഇതൊക്കെ തവളയോ, ഒരു തവള വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ. ഈയിടെ നീ തിന്നുന്നാവും. നമുക്കതിനെ കളയണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും. നമുക്കൊന്ന് കയ്യോരെടുത്ത് കളഞ്ഞേക്കാം. അപ്പം അതിനകത്തുള്ള മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ആണോ? എന്നല്ല കൂടി കഴിഞ്ഞാൽ ഗപ്പികൾ ലോ ക്വാളിറ്റി ആണെന്ന് പറയുന്നത് കവൻ്റെ കിട്ടിയ ആൾക്കാർ, നമുക്കറിയത്തില്ല. അത് നമുക്ക് ചുമ്മാ കിട്ടിയതാണ്. ഇത് ഈ പറഞ്ഞ പോലെ വളർന്ന് വലുതാക്കണം. നമുക്ക് ഏതായാലും ആ തളയെടുത്ത് കളയാം, ഇല്ലെങ്കിൽ പ്രശ്നമാകും. ഇത് ടയറുകളാണ് കേട്ടോ. 3 ഇത്. തവളെ ഞാൻ കാണുന്നില്ല കേട്ടോ. തവളെ ചാടിപ്പോയി തോന്നുന്നു. ഇത്ര നേരം ഉണ്ടായിരുന്നു. പോട്ടെ. ഇപ്പം 3 ഫ്രിഡ്ജ് പൊട്ടി. ഇതിനകത്ത് നമ്മുടെ റെഡ് സിലോപ്പിയ 2 കിടപ്പുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പെട്ടിയിലോട്ട് മാറ്റണം. വന്നിട്ട് നിങ്ങളെ നല്ലപോലെ കാണിച്ചു തരാം. അടുത്ത നമുക്കുള്ളത് വീടിൻ്റെ പിറകിൽ ഇങ്ങനെ അടുപ്പിൽ പോകുന്ന സാധനത്തിന് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന വേറൊരു കുളമാണ്. ഇതിനകത്തുള്ളത് ബ്ലാക്ക് ഗപ്പിയാണ് കേട്ടോ. ഇതും ഈ പറയുന്ന പോലെ 2 കൊണ്ടിട്ടാണ്. പിന്നെ വളർന്ന് പന്തലിച്ച് നല്ല രസമുള്ള കുറേ ഗപ്പികളായി. സൂം ചെയ്ത് കാണിച്ചു നോക്കാം. ബ്ലാക്ക് ഗപ്പി ഇതും ജോഡി 120 രൂപ വരുന്ന കേട്ടോ. 2 കൊണ്ടിട്ടാണോ. അതാണ് നമ്മൾ ഇങ്ങനെയുള്ള മീനൊക്കെ കിട്ടാനുള്ള ഒരു സെറ്റപ്പ്. അങ്ങനെയുണ്ട് മീനുകളൊക്കെ ഇഷ്ടപ്പെട്ടോ. അപ്പം വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്ത് തരാം. ദൂരത്തോട്ടൊക്കെ നമുക്ക് വലിയ പരിചയമില്ലാത്ത നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ നിലവിലെ അവസ്ഥ. നമുക്ക് ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കൂട്ടണം. ഒന്നും ആയിട്ടില്ല നമുക്കറിയാം. ഞാൻ കൂട്ടിൽ ഇങ്ങനെ ഇടണം. പിന്നെ കീരി വരാതിരിക്കാൻ നമുക്ക് മറ്റേ ഗിളുകളും ശബ്ദമൊക്കെ എത്തിക്കുന്ന വലിയ കോഴി വേണം. ആ കോഴിനെയൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് സെറ്റാവും. ഇനി നമുക്കിത് വലുതാക്കണം. ഏതായാലും ഈ ഭാഗം മൊത്തം നമ്മൾ പണിത് സെറ്റപ്പാക്കാൻ വേണ്ടി പോകാട്ടോ. ഇതിപ്പം നമ്മുടെ ലവ് ബേർഡ്സ് തീറ്റ കളയുന്നതൊക്കെ ഇവിടെ പുല്ലായിട്ട് മുളച്ചിട്ടുണ്ടോ. കാണാൻ രസമുണ്ടായിരുന്നു. ഇപ്പം പ്രാവ് വന്നത് കളഞ്ഞതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വലുതാക്കി വലിയ സംരംഭമാക്കാം. അപ്പം കൂടുതൽ വീഡിയോ ആയിട്ട് ഇനി വരാം. അപ്പോൾ ഓക്കെ, ബൈ.